തൃശൂർ വടക്കാഞ്ചേരിയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. അകമലയിലെ തൂമാനം വെള്ളച്ചാട്ടത്തിന് സമീപത്താണ് കഴിഞ്ഞ രാത്രിയിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. അനീഷ് ആന്റണി ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, വീണ്ടും ഒരു കാട്ടാന ആക്രമണം, ഇത്തരത്തിലൊരു വ്യാപക നാശമാണ് ലഭിക്കുന്ന വിവരം. എങ്ങനെയാണ് ആക്രമണത്തിന്റെ വിവരങ്ങൾ? കാളിദാസ്, വടക്കാഞ്ചേരി അകമലയിലെ തൂമാനം വെള്ളച്ചാട്ടത്തിന് സമീപമാണ് കഴിഞ്ഞ രാത്രി ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. 5ഓളം കർഷകരുടെ വാഴകൃഷിയാണ് കാട്ടാന പൂർണ്ണമായും ചവിട്ടി മെതിച്ചത്. ചേപ്പലക്കോട്, അതുപോലെ തന്നെ പട്ടാണിക്കാട് റോഡ് എന്നീ പ്രദേശങ്ങളിലും കാട്ടാന കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. ജിജോ പാലത്തിങ്കൽ, അതുപോലെ സാബു കൊട്ടാരത്തിൽ, പത്മനാഭൻ കക്കൂത്ത്, രമ ഈച്ചരത്ത്, രത്നാകരൻ കക്കൂത്ത് തുടങ്ങിയ ആളുകളുടെ പറമ്പിലെ മുഴുവൻ വാഴകൃഷിയും ഇന്നലെ രാത്രി ഇറങ്ങിയ കാട്ടാനകൾ നശിപ്പിച്ചു. പലരുടെയും പറമ്പിന്റെ അതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള വേലികളും കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തൊരു വലിയൊരു പ്രശ്നമായി നിലനിൽക്കുന്നത്, പ്രദേശവാസികൾ പറയുന്നത്, ഇവിടങ്ങളിൽ കാട്ടാന ഇറങ്ങിയാൽ ആനകളെ തുരത്താനായി RRT സംവിധാനമില്ല എന്നതാണ് ഏറെ അവരെല്ലാം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. അത്തരത്തിലൊരു സംവിധാനം ഉണ്ടെങ്കിൽ കാട്ടാന ഇറങ്ങിയാൽ അവരെ തുരത്താനുള്ള നടപടി വേഗത്തിലാക്കാൻ കഴിയുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ ഈ മേഖലയിൽ RRT സംവിധാനമില്ല. മാത്രമല്ല, ഈ മേഖലയിൽ വൈദ്യുത വേലി സ്ഥാപിക്കുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ടെങ്കിലും അത് കമ്മീഷൻ ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം. ഇതുകൊണ്ടൊക്കെയാണ് ഈ കാട്ടാനകൾ ഇത്തരത്തിൽ ഈ മേഖലയിൽ അകമല പ്രദേശത്തിറങ്ങി ഇത്തരത്തിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. നമുക്കറിയാം, നേരത്തെ കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ മേഖലയിലൊക്കെ നിരന്തരം കാട്ടാന ഇറങ്ങുന്ന വാർത്തകൾ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വീട്ടുമുറ്റത്ത് വരെ കാട്ടാന എത്തി വീടിന് മുൻപിലൂടെ കാട്ടാന നടന്നു പോകുന്ന ദൃശ്യങ്ങളുടെ CCTV ദൃശ്യങ്ങളടക്കം നമ്മൾ വാർത്ത നൽകിയത് പിന്നീട് ഒരു ഇടവേള ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുൻപ് ഇറങ്ങി ഇപ്പോൾ വീണ്ടും ഇതാ മേഖലയിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. കാളിദാസ്. ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.